ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ എന്റെ ഭാര്യ എന്റെ കൂടെ നിൽക്കണ്ട. അച്ഛനോട് ഞാനുണ്ട്. ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. എന്ത് രീതി അങ്ങേര് പറയുന്ന തൊണ്ട തൊടാതെ വിരിഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കുവാ അല്ലേ? തല്ലെങ്കിൽ തല്ല്, അടിയെങ്കിൽ അടി, പിടിയെങ്കിൽ പിടി. ഇന്ന് രണ്ടാലൊന്നും അറിഞ്ഞിട്ട കാര്യമുള്ളൂ. എന്തുവാടേ ഇത്? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്. തീരുന്നില്ല. ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞാണോ ഇത് പിടിക്കണ്ടെന്ന്. കേശു പിന്നെ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ ചെന്ന് ഏറ്റെടുക്കുന്നുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ, അവളെ കുഴിപ്പുളത്ത് അച്ഛൻ്റെ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ ചുമ്മാ എന്ന് ഏറ്റെടുക്കുന്നുണ്ട്. സാധാരണ കേശു ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ സിദ്ധുവാണ് നമ്മുടെ ഊരിക്കൊണ്ട് പോകുന്നത് അല്ലേ. സിദ്ധുവാണ് വന്ന് രക്ഷിക്കുന്ന കേശുവിനെ. പക്ഷെ ഇപ്പം രക്ഷിക്കാൻ സിദ്ധു ഇല്ല. എന്തായാലും സിദ്ധു അടുത്ത് തന്നെ ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കുഴിപ്പുളത്ത് അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു സംഗതിയാണ് പുതിയ എപ്പിസോഡിൽ വർക്കൗട്ട് ആകുന്നത്. നമ്മൾ കുഴിപ്പുളത്ത് അച്ഛനും അമ്മയൊക്കെ വേണം. പിന്നെ സിദ്ധുവിൻ്റെ കാര്യം തന്നെയാണ് മനസ്സിൽ വരുന്നത്. അവര് വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ സിദ്ധു ഉണ്ടാവണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാലും കുഴപ്പമില്ല. എന്തായാലും ലച്ചുവിൻ്റെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ലച്ചു ആ കളർ ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പൊ ഈ സിന്ദൂരമൊക്കെ ഇട്ടിട്ട് ആ ഒരു സിദ്ധുവായിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. എന്തായാലും മില്യൺ ഉറപ്പായിട്ട് ആ എപ്പിസോഡ് കയറുമായിരുന്നു. പക്ഷെ ഇപ്പം റേറ്റിംഗ് പതിയെ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. സിദ്ധു പോയതിനു ശേഷം റേറ്റിംഗിൽ നല്ല കുറവ് വന്നിട്ടുണ്ട്. വ്യൂസിൽ യൂട്യൂബിൽ നല്ല